വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എല്ലാവരും ടി വിയുടെ മുമ്പിലായിരിക്കാം. കാരണം ഇപ്പോൾ US-ഉം ഇറാനും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും. അപ്പോൾ ഞാനിപ്പോൾ എന്താ വന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ന്യൂസ് കാണുന്നുണ്ടാവും. ന്യൂസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിന് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി പറയുന്നുണ്ട്. പിന്നെ ലൈവായി എയർപോർട്ടിലത്തെ ദൃശ്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെയും ഇവിടുത്തെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ലൈവൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ UAE-യിലാണ് ഉള്ളത്. അറബ് കൺട്രീസിൽ മൊത്തമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പാനിക് ആക്കാൻ മാത്രമല്ലാതെ ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ന്യൂസ് ചാനലൊക്കെ നോക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്തുകൊണ്ടാണ് US-ഉം ഇറാനും തമ്മിൽ ഫൈറ്റ് നടക്കുന്നത്? ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ ബേസ് എന്താ റീസൺ എന്ന് അറിയുമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി അധികം ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് പറയാന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് പോവാം. ആദ്യം തന്നെ US-ഉം ഇസ്രയേലും നല്ല ഫ്രണ്ട്സാണ്. അതായത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലാണുള്ളത്. അതേപോലെ തന്നെ ഇറാനും UAE-യും നല്ല ബന്ധത്തിലാണ്. ട്രേഡിൻ്റെ കാര്യത്തിലൊക്കെ ആയാൽ നല്ല രീതിയിലാണ് ഇവരും പോകുന്നുള്ളത്. പക്ഷേ ഇറാനും ഇസ്രയേലും തമ്മിൽ നോക്കുമ്പോൾ അവർ തമ്മിൽ ശത്രുക്കളാണ്. അടുത്ത് തന്നെയാണ്. മാത്രമല്ല ഇറാൻ ഇസ്രായേലിനെ കംപ്ലീറ്റായി ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇറാനിൽ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതും കുറേ രാജ്യങ്ങൾ തമ്മിലുള്ള കുറേ കരാറൊക്കെ ലംഘിച്ചിട്ടാണ് ഇവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നത്. ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഇന്ത്യ ആയാലും പാകിസ്ഥാനായാലും എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവർ കരാറിന് ലംഘിച്ചിട്ട് പെർമിഷൻ ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഇവർ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നത് ഹമാസ്, ഹെസ്ബുള്ള ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾക്കാണ്. അപ്പോൾ ഈ ഹമാസിൻ്റെ അല്ലെങ്കിൽ ഹെസ്ബുള്ള ഇതുപോലുള്ള തീവ്രവാദ സംഘടനകളുടെ കയ്യിലോട്ട് ഈ ന്യൂക്ലിയർ വെപ്പൺസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒറ്റ ഇത് മതി, ഇസ്രായേൽ എന്നുള്ള രാജ്യം കംപ്ലീറ്റായി ഇല്ലാതാവാൻ വേണ്ടി. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യം മൊത്തം ഇല്ലാതാക്കാനുള്ള പവർ ഇറാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർക്ക് പ്രശ്നമാണ്. അവിടെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് അവിടെ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് തകർത്തേ പറ്റൂ. അപ്പോൾ അതിനാണ് US-ൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നത്. US-നാണെങ്കിൽ UAE-യിൽ ഒരുപാട് സൈനിക താവളങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ US അത്രയും ദൂരത്തല്ല. അപ്പോൾ എന്തായാലും UAE-യിലുള്ള സൈനിക താവളങ്ങളിൽ വെച്ചാണ് ഇവർ ഇറാനെ ആക്രമിക്കാൻ കാരണം ട്രംപ് വെച്ച കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നത് നിർത്തണം. അതായത് യുറേനിയം പ്രൊഡക്ഷനൊക്കെ നിർത്തണം എന്നാണ് ട്രംപ് വെച്ച കണ്ടീഷൻ. പിന്നെ മാത്രമല്ല, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ ഹമാസ്, ഹിസ്ബുള്ള ഇതുപോലുള്ള എക്സ്ട്രീമിസ്റ്റുകൾക്ക് കൊടുക്കരുത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇസ്രായേലിനെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലായാലും ബാക്കിയുള്ള പല രാജ്യത്ത്, ഈ ജർമ്മനി, യൂറോപ്യൻ കൺട്രീസിലായാലും എല്ലായിടത്തേക്കും ഈ ഹമാസ് പോലെയുള്ള സംഘടനകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ അതിനൊരു കണ്ടീഷനാണ് ട്രംപ് വെച്ചത്, ഹമാസ് പോലുള്ള ഇങ്ങനെയുള്ള സംഘടനകൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇറാൻ പറയുന്നത് ഇവർക്ക് ഇവർ നല്ല രീതിയിലാണ് പോകുന്നുള്ളത്. അതായത് ഹമാസ്, ഹിസ്ബുള്ള ഇതുപോലുള്ള സംഘടനകളും ഇറാനൊക്കെ തമ്മിൽ നല്ല ബോണ്ടിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇത് കൊടുക്കും. അപ്പോൾ ഇത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ആവശ്യം, ട്രംപിൻ്റെ ആവശ്യം. ഇനിയിപ്പോൾ ഇറാൻ്റെ കേസെടുത്താൽ, ഇറാനിൽ ഇപ്പോൾ ഒരു 37 വർഷമായിട്ട് ഈ ഖമനേയിയുടെ ഇവരാണ് രാജ്യത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവർക്കാണ് സുപ്രീം പവർ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ചെറുപ്പക്കാർ, പിന്നെ സ്ത്രീകൾ, ഇവരൊക്കെ ഈ ഭരണത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. കാരണം ഇവർക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ ഹിജാബിൻ്റെ കാര്യത്തിലല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുപ്പക്കാർക്കാണെങ്കിലും എന്താ പറയുക, ഫ്രീഡം കുറവാണ്. അതുപോലെ തന്നെ എക്കണോമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നത്തിലൂടെ അവർ പോകുമ്പോൾ ഇപ്പോൾ ഖമനേയിയുടെ മരണം തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ, 70% ഓഫ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂസിലൊക്കെ കാണിക്കുന്നത് ഏകദേശം ഒരു 30% ഓഫ് ആൾക്കാരുടെ മാത്രം ഒരു എന്താ പറയുക സങ്കടവും അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതൊക്കെയാണ് ഇപ്പോൾ TV-യിലൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലായാലും ആൾക്കാർ ഇനിയിപ്പോൾ ന്യൂസ് അറിഞ്ഞിട്ടാണോ അല്ല അറിയാതെ ആണോ എന്നറിയില്ല, ഇപ്പോൾ ഈ ഖമനേയി മരിച്ചതിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാർ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോൾ ആക്ച്വലി ഇവരെ അറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഖമനേയിയുടെ മരണം എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളിൽ ഒരു വിഭാഗം ആൾക്കാർ ഹാപ്പി ആയിട്ടുണ്ട്.
പിന്നെ അവിടുത്തെ ഭരണം മാറണം എന്നുള്ള ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. എക്കണോമിയെ ഡെവലപ്പ് ആക്കാനാണെങ്കിലും സ്ത്രീകൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ ട്രംപ് UAE-യിലോട്ട് അല്ലെങ്കിൽ ഇറാനിലോട്ട് പ്രശ്നത്തിലോട്ട് ഇടപെടുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ വന്ന് നമുക്കൊരു അടി തന്ന് നമ്മളെ ശരിയാക്കാൻ നോക്കിയാൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ട്രംപ് ഇപ്പോൾ US-ൻ്റെ കാര്യത്തിലായാൽ എന്തായാലും അവർ പ്രശ്നക്കാരാണ്. അവർ എല്ലാ വെക്കടാ അവരെന്തായാലും ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഇനി അടുത്തത് ഇപ്പൊ ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഇറാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കടലിലൂടെയുള്ള പാതയാണ്. അത് മെയിനായിട്ട് ഏകദേശം ഈ വേൾഡിൽ തന്നെ 20% ഓയിലും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസും വരുന്നത് ഇവിടെ നിന്നാണ്. അതായത് അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓയിലിന് പുറത്തോട്ട് വരാൻ പറ്റാതാവും, ഓയില് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിനൊക്കെ. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇറാൻ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്നുള്ള ആ പാത അടച്ചു. അതായത് അതിലൂടെ ഇവർ UAE-യുടെ ഷിപ്പ് പോയാൽ അവർ മിസൈലിട്ടോ അങ്ങനെ തകർക്കും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇറാൻ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കാമെന്ന് വെച്ചാൽ ഇന്ത്യയിലോട്ട് വരുന്ന ഓയിൽ നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും എല്ലാം ഇവിടെ നിന്നാണ് വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരാതിരുന്നാൽ പ്രൈസ് കൂടും. പക്ഷേ നമ്മുടെ കയ്യിൽ റിസർവ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പോകാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് UAE-ന്ന് ഇത് പോകാൻ വേണ്ടി വേറെ ഫുജറൈ വഴി ഒരു വഴി ഉണ്ടാവും. പക്ഷേ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ക്ലോസ് ചെയ്ത് കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു 100-ൽ കൂടുതൽ ടാങ്കുകൾ, ഓയിൽ ടാങ്കുകൾ ആങ്കർ ചെയ്തിട്ടുണ്ട് അവിടെ വെള്ളത്തിൽ തന്നെ, അവിടെ തന്നെ. അപ്പോൾ ഇതൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ ഇത് തുറന്നാലേ പറ്റുള്ളൂ. ആ ജലപാത നമുക്ക് മാപ്പിൽ കണ്ടാൽ മനസ്സിലാവും സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എവിടെയാണ് വരുന്നുള്ളത്. ഏകദേശം ഒരു 30 കിലോമീറ്ററോളം വരുന്ന ചെറിയൊരു നാരോ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോഴും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ട്രംപ് ആകെ മുന്നോട്ട് വെക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആയി ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നത് നിർത്തണം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ യുറേനിയം ഇതൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ആയി US-ന് കൊടുക്കണം. പിന്നെ ഇവർക്കൊന്നും ഹമാസ് പോലുള്ള സംഘടനകൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ അവിടുത്തെ ഭരണം മാറണം. ഇത്രയൊക്കെ സംഭവങ്ങളെ കണ്ടീഷൻസൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഫൈറ്റ് നിർത്തൂ എന്നാണ് ട്രംപ് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പം ന്യൂസ് ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂസ് ഒരുപാട് പാനിക് ആക്കുന്നുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്കങ്ങനെ ഫോർവേഡ് ഒന്നും ചെയ്യാൻ പാടില്ല മെസ്സേജ് ഒന്നും. അതുപോലെ തന്നെ കൺഫേം ആവാത്ത ന്യൂസ് നമുക്ക് പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അറബ് കൺട്രീസിലാണെങ്കിലും അവർക്കും അവരെടുക്കുന്ന ഫോട്ടോസ് ഒന്നും ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂസ് ഒന്നും പുറത്തോട്ട് വിടാൻ പാടില്ല. നേരെ മറിച്ച് ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം ന്യൂസ് ചാനലൊക്കെ സത്യം പറഞ്ഞാൽ സെലിബ്രിറ്റിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവിടെ ഉണ്ടെന്നറിയാതെ ഒരുപാട് ഭയങ്കരത്തിൽ മ്യൂസിക്കൊക്കെ കൊടുത്തും ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് വോയിസും ഒക്കെ വെച്ച് തമ്പനയിലൊക്കെ കണ്ടാൽ ഇവരെന്തിനാണ് ഇത്രയൊക്കെ സമയം ഈ തമ്പനയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഇവർക്ക് എന്താണ് ഉദ്ദേശം എന്നുകൂടി നമുക്ക് ചിന്തിച്ചു പോകും നമ്മൾ. അതുപോലെ തന്നെ ഇവർ ലൈവായിട്ട് എയർപോർട്ടിൽ പോയി ഓരോ ആൾക്കാരെ കണ്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായോ, ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാ, ഇങ്ങനെ ഓരോ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ചിലപ്പോൾ ചില ആൾക്കാർ ഇത് കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ളവരെ മൊത്തത്തിൽ ഇവരുടെ പ്രിയപ്പെട്ടവരാണ് നാട്ടിലുള്ളത്. അപ്പോൾ അവരെയൊക്കെ പാനിക് ആക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ന്യൂസൊക്കെ പ്രശ്നമാവും എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. അപ്പോൾ അധികം പാനിക് ആവാതെ അവരെ ഡയറക്റ്റ് വിളിച്ച് അവർ പറയുന്നത് കേൾക്കുക. പിന്നെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ന്യൂസ് മെയിനായിട്ടുള്ള ന്യൂസ് മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞത് ഏകദേശം എന്താ സംഭവം എന്നുള്ളതിന് ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.